നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ തീർക്കുന്ന സുരക്ഷാ കവചം ഭേദിക്കാൻ ഒരിക്കലും പാകിസ്ഥാനാവില്ല. ഇന്ത്യയുടെ സുരക്ഷ ആകാശവും കടലും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നതാണ്. പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടുക്കാൻ പറ്റാത്ത വിധം വ്യത്യസ്തരാണ് എന്നുമുള്ള പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ ഇതിനകം കുപ്രസിദ്ധമായ പരാമർശമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രചോദനമായത് എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. സത്യത്തിൽ ആ പ്രസംഗം ഭീകരർക്ക് ഗ്രീൻ സിഗ്നൽ നൽകുന്നതായിരുന്നു. ലഷ്കർ-ഇ-തോയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ ആസ്ഥാനമാണ് പാകിസ്ഥാൻ. കൃത്യമായ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതുകൊണ്ടും കാലങ്ങളായി പാകിസ്ഥാനി നയതന്ത്രജ്ഞർ പാശ്ചാത്യ രാജ്യങ്ങളെ കബളിപ്പിക്കുന്നത് മൂലവും സ്ഥിതി വഷളായി പഹൽഗാം ആക്രമണം വരെ എത്തി നിൽക്കുകയാണ്. ഇനി നോക്കി നിൽക്കാൻ നമുക്കാവില്ല. ഭീകരതയ്ക്ക് ഒത്താശ ചെയ്യുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ പകയുടെ ചൂട് ഇതിനോടകം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം ക്ഷണനേരം കൊണ്ടായിരുന്നു. തീവ്രവാദികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ വീടുകൾ തകർത്തെറിഞ്ഞു. ഒളിത്താവളങ്ങൾ സുരക്ഷാസേന ആക്രമിച്ചു. തീവ്രവാദികളെ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന സിവിലിയന്മാരുൾപ്പെടെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രവർത്തന സുരക്ഷയും പൊതുക്രമവും സംരക്ഷിക്കുന്നതിനായി സൈനിക നടപടികളുടെ തത്സമയ സംപ്രേഷണം നിർത്താൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ സൈനികപരമായും നയതന്ത്രപരമായും മുന്നണി മിനുക്കുന്ന ഇന്ത്യയോട് തങ്ങൾ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുഴക്കിയ ഭീഷണി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമായേക്കും എന്നായിരുന്നു മന്ത്രിയുടെ മുന്നറിയിപ്പ്. എന്നാൽ വാക്കുകളിലൂടെ മാത്രം പ്രതിരോധം തീർക്കുന്ന തങ്ങളുടെ രാജ്യത്തെ ആണവ പോർമുനകളുടെ എണ്ണത്തെ ഇന്ത്യ മറികടന്ന കാര്യം പാകിസ്ഥാൻ ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് അതിശക്തമായ ഒരു സുരക്ഷാ കവചമാണ്. സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ ഓരോ ദിവസവും ഈ കവചത്തെ കൂടുതൽ ബലിഷ്ഠമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ ജെറ്റ് അതിർത്തി കടക്കാതെ തന്നെ ഒരു തീവ്രവാദ ഒളിത്താവളം തകർക്കാൻ കഴിയുന്ന ഒരു മിസൈൽ, അതാണ് രുദ്രം 2. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് അത്ഭുതം. മാക് 4-ൽ സൂം ചെയ്യുന്ന ഇത് 200 കിലോഗ്രാം വാർഹെഡ് വഹിക്കുന്നതാണ്. പാകിസ്ഥാനിലെ പഞ്ചാബിലോ ഖൈബർ പഖ്തൂൺഖ്വയിലോ ഉള്ള ശത്രു റഡാറുകൾ, ബങ്കറുകൾ അല്ലെങ്കിൽ ലഷ്കർ-ഇ-തോയ്ബ ക്യാമ്പുകൾ എന്നിവയെ ഇവയ്ക്ക് ക്ഷണനേരം കൊണ്ട് തുടച്ചു നീക്കാൻ കഴിയും. 20-30 മീറ്റർ സ്ഫോടന ദൂരമുള്ള ഇത് സമീപത്തുള്ള സാധാരണക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ആശയവിനിമയ കേന്ദ്രങ്ങൾ പോലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കും. ജമ്മുവിന്റെ ആകാശത്തിലെ സുഖോയ് Su-30 നിന്ന് വിക്ഷേപിച്ച രുദ്രം 2-വിന് ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ അപകടപ്പെടുത്താതെ മുരിദ്കയുടെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ കഴിയും. ഈ മിസൈൽ വെറുമൊരു ആയുധമല്ല, അതൊരു സന്ദേശമാണ്. പാകിസ്ഥാന്റെ കെണിയിൽ വീഴാതെ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താൻ കഴിയും എന്ന സന്ദേശം. ഇന്ത്യയുടെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇസ്രയേലി പ്രതിരോധ ഭീമൻ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വ്യോമ വിക്ഷേപണ ബാലിസ്റ്റിക് മിസൈലായ റോക്സ് ഇന്ത്യയുടെ മറ്റൊരു കരുത്താണ്. 200-300 കിലോഗ്രാം വാർഹെഡും 30-40 മീറ്റർ സ്ഫോടന ദൂരവുമുള്ള ഇതിന് ലാഹോർ, റാവൽപിണ്ടി പോലുള്ള നഗരങ്ങളിലെ സൈനിക താവളങ്ങളോ തീവ്രവാദ കേന്ദ്രങ്ങളോ തകർക്കാൻ കഴിയും. വളരെ രഹസ്യമായി പ്രവർത്തിക്കുകയും എന്നാൽ മാരകമായ ആക്രമണശേഷിയുമുള്ള മറ്റൊരു മിസൈലാണ് ഫ്രഞ്ച് ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈലായ സ്കാൽപ്. റഫേൽ ജെറ്റുകളിൽ നിന്ന് വിക്ഷേപിച്ച ഇവ താഴ്ന്നു പറന്ന് ഭൂപ്രദേശം ചുറ്റി സഞ്ചരിക്കുന്ന റഡാറുകളെ മറികടക്കും. 40-50 മീറ്റർ സ്ഫോടന ദൂരമുള്ള ഇതിന്റെ 450 കിലോഗ്രാം വാർഹെഡിന് ഇസ്ലാമാബാദിലെ ഘടക ആസ്ഥാനം പോലുള്ള കട്ടിയുള്ള ബങ്കറുകളിലേക്കോ കമാൻഡ് സെന്ററുകളിലേക്കോ തുളച്ചുകയറി അവയെ ഉള്ളിൽ നിന്ന് തകർക്കാൻ കഴിയും. ദൂരെ നിന്ന് ആക്രമണം നടത്തുന്നതിലൂടെ ഇന്ത്യ സംഘർഷം ഒഴിവാക്കുന്നു, പൈലറ്റുമാരെ സംരക്ഷിക്കുന്നു, ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു. ഈ മിസൈലുകൾ ഉപയോഗിച്ച് പുൽവാമ പോലുള്ള മറ്റൊരു ആക്രമണത്തിന് ഇന്ത്യക്ക് വേഗത്തിൽ തന്നെ പ്രതികരിക്കാനും കഴിയും. ഇവയ്ക്ക് പുറമെ അടുത്തുള്ള ഭീഷണികളെ തകർക്കാൻ ഹ്രസ്വദൂര തന്ത്രപരമായ മിസൈലുകൾ, വളരെ അടുത്തു നിൽക്കുന്ന ശത്രുക്കളെ വേഗത്തിലും കൃത്യതയോടെയും ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഇവ. യുദ്ധമുഖത്ത് എളുപ്പത്തിൽ വിന്യസിക്കാം. ഇതിൽ ഏറ്റവും ശക്തമായവയാണ് 150 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള പൃഥ്വി 1-ഉം 350 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള പൃഥ്വി 2-ഉം.
ഏകദേശം 150 കിലോമീറ്റർ ദൂരമുള്ള പ്രഹാർ മിസൈലും ഇതിന്റെ പരിഷ്കരിച്ച രൂപമായ 500 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പ്രളയ് മിസൈലും ഈ കൂട്ടത്തിലുണ്ട്. ഇതുകൂടാതെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതും 700 കിലോമീറ്റർ ദൂരപരിധിയുള്ളതുമായ അത്ഭുത മിസൈൽ ശൗര്യയും ഇന്ത്യയുടെ ഹ്രസ്വദൂര ശേഖരത്തിലെ നിർണായക കണ്ണികളാണ്. ഇന്ത്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന തീരുമാനമായിരിക്കും എന്തായാലും അതെന്നതിൽ സംശയമൊന്നും വേണ്ട. ഇന്ത്യൻ വ്യോമസേന അതിന്റെ ആയുധശേഖരം മിനുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയുടെ കൃത്യതാശക്തി അത് ദക്ഷിണേഷ്യയുടെ ഭാവിയെ മാറ്റുകയാണ്. കരയിൽ നിന്ന് ആകാശത്തേക്ക് ശത്രു വിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയെ ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞു നിർത്താനാണ് ആകാശ്. ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ, VLSRS-M പോലുള്ള സർഫസ് ടു എയർ മിസൈലുകൾ 25 കിലോമീറ്റർ വരെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം നശിപ്പിക്കാൻ കഴിയുന്ന ആകാശും 30 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതും സൈനിക താവളങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതുമായ QRSAM-ഉം നാവിക കപ്പലുകൾക്ക് വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന VLSRSAM-ഉം 70 മുതൽ 80 കിലോമീറ്ററിലാണ്. നമ്മുടെ വ്യോമ പ്രതിരോധത്തിന്റെ ശക്തമായ അടിത്തറയാണ്. ടാങ്കുകളെ വേട്ടയാടാൻ ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകൾ, ശത്രു ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും നശിപ്പിക്കാൻ അത്യാധുനിക ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഇന്ത്യക്കുണ്ട്. 10 കിലോമീറ്റർ പരിധിയുള്ള നാഗ്, ഹെലികോപ്റ്ററുകളിൽ നിന്നും കാലാൾപ്പടയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഹെലിന, സാൻഡ്, MPA, TGM എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. റിയാക്റ്റീവ് കവചങ്ങളെപ്പോലും ഭേദിക്കാൻ ശേഷിയുള്ള ഇവ അത്യാധുനിക ലക്ഷ്യനിർണയ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആകാശ പോരാട്ടങ്ങൾക്ക് എയർ ടു എയർ മിസൈലുകൾ, പോർ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച് ശത്രു വിമാനങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാനുള്ളതാണ് എയർ ടു എയർ മിസൈലുകൾ. 100 കിലോമീറ്റർ മുതൽ 130 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇവ ജാമിംഗ് പോലുള്ള ഇലക്ട്രോണിക് തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ളവയാണ്. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്കുള്ള ദൂരപരിധി ഉള്ളതാണ് ഇനി അടുത്തത്. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ഏറ്റവും നിർണായകമായ ഘടകം ദീർഘദൂര മിസൈലുകളാണ്. 700 കിലോമീറ്റർ മുതൽ 5500 കിലോമീറ്ററിലധികം വരെ ദൂരപരിധിയുള്ള അഗ്നി സീരീസ്, അഗ്നി 1 മുതൽ അഗ്നി 5 വരെ മിസൈലുകളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ. അഗ്നി 5 ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് ലോകത്തിന്റെ വിശാലമായ ഭാഗങ്ങളിൽ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ശേഷിയുള്ളതാണ്. ഇതുകൂടാതെ 1000-1500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ളതും ആണവായുധം വഹിക്കാൻ കഴിയുന്നതുമായ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളും ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇവയ്ക്ക് താഴ്ന്ന ഉയരത്തിൽ പറന്ന് ശത്രു റഡാറുകളെ വെട്ടിച്ച് ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഈ അത്യാധുനികവും വിപുലവുമായ മിസൈൽ ശേഖരം ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധ കവചം തീർക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ സംവിധാനങ്ങൾ ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന ശക്തമായ സന്ദേശം ലോകത്തിന് നൽകുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗത്തെ മുന്നേറ്റങ്ങളും ഈ കരുത്തിന് ഊർജം പകരുന്നതാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.